സംഘപരിവാർ ഇന്ത്യയിൽ മതങ്ങളില്ലാത്ത ഭ്രാന്താലയം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് ജമിയത്തുൽ ഉലമ ഹിന്ദ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി VH അലിയാർ അൽ ഖാസിമി മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട വഖഫ് സംരക്ഷണ വേദി പറവൂർ വൈപ്പിൻ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പം വഖഫ് ഭൂമി 404.76 ഏക്കർ സത്യവും മിഥ്യവും എന്ന വിഷയത്തിൽ പറവൂരിലാണ് വഖഫ് സംരക്ഷണവേദി പറവൂർ വൈപ്പിൻ മേഖലാ കമ്മിറ്റി പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. സംഘപരിവാർ ഇന്ത്യയിൽ മതങ്ങളില്ലാത്ത ഭ്രാന്താലയം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് ജമിയത്തുൽ ഉലമ ഹിന്ദ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി VH അലിയാർ അൽ ഖാസിമി പറഞ്ഞു. ഫാസിസത്തിന്റെ കരങ്ങളിൽ പുളകുന്ന ഉത്തരേന്ത്യ ഇപ്പോൾ കേരളത്തെ പോലുള്ള മതേതര സംസ്കാരമുള്ള നാടിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണെന്ന് കേരളവും അറബ് സംസ്കാരവും തമ്മിലുള്ള ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എഴുത്തുകാരൻ PA പ്രേംബാബു പറഞ്ഞു. ഇന്ത്യയുടെ മണ്ണിനെ മുൻനിർത്തി മുസ്ലിം സമൂഹത്തെ നിർവചിക്കാൻ കഴിയാതാക്കുക, അവരുടെ കുടിപ്പാർപ്പും ഉൽപാദനവും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് അവരെ നിരന്തരമായി പൂർണ്ണമായും എന്നേക്കുമായി വലിച്ചെറിയുക, അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ നിർവചനം തന്നെ, ഇന്ത്യയിലെ ചരിത്രപരമായ നിർവചനം തന്നെ, ഒരുപക്ഷെ മുസ്ലിം എന്ന മതം രൂപീകരിക്കുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അറബ് സംസ്കാരത്തിന്റെ, അറബികളുടെ, അതിനൊക്കെ ചരിത്രം കൃത്യമായിട്ടുണ്ട്, അവരുടെ തന്നെ നിർമ്മിതിയെ, അവരുടെ കുടിപ്പാർപ്പിനെ അങ്ങനെ അവരെ ഭൂതഹിതരാക്കി അതിന്റെ ഒരു പരീക്ഷണശാല എന്ന നിലയിൽ ഗൗരവമായിട്ടാണ് നാം മുനമ്പത്തെ കാണേണ്ടത്. ഇത് കേവലം ഒരു വഖഫ് പ്രശ്നം മാത്രമല്ല, അത് മതേതരത്വത്തിന്റെ, അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം എന്ന ഒരു സാമൂഹിക ജീവിതത്തിന്റെ ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള, മണ്ണിൽ നിന്ന് പറിച്ചെറിയാനുള്ള ഒരു ആസൂത്രണ ശ്രമത്തിന്റെ ആദ്യത്തെ കേന്ദ്രമായി തന്നെയാണ് നാം അതിനെ കാണേണ്ടത്. മുനമ്പം വിഷയത്തിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തുന്ന പട്ടാളം സലാം സാഹിബിനെയും സുന്നജാൻ സാഹിബിനെയും ചടങ്ങിൽ ആദരിച്ചു. വഖഫ് സംരക്ഷണ വേദി ചെയർമാൻ ഷാജഹാൻ ഹാജി അധ്യക്ഷനായി. അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ സ്വത്ത് പോലും പിടിച്ചെടുക്കാൻ മുസ്ലിം സമുദായം ശ്രമിച്ചു എന്നുള്ള ഒരു ആക്ഷേപം ഇവർക്ക് ആർക്കുമില്ലാത്തതാണ്. ഈ ഭേദഗതി, വഖഫിന്റെ ഭേദഗതി ബില്ല് നടപ്പാക്കുമ്പോഴും മുസ്ലിമീങ്ങള് രാജ്യത്തിന്റെ സ്വത്ത് പിടിച്ചെടുത്തു, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടെന്ന് ഇവരാരും പറയുന്നില്ല. മുസ്ലിമീങ്ങളായുള്ളതാണ് പിടിച്ചെടുത്തത്. മുസ്ലിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? പിടിച്ചെടുത്താൽ അതിന് നിയമസാധുത ഉണ്ടാകുമോ? നമ്മൾ തന്നെ അതിനെ ചോദ്യം ചെയ്യുമല്ലോ. നമ്മൾ ആരുടേത് പിടിച്ചെടുത്തു എന്നുള്ളതല്ല, നമ്മുടേത് പിടിച്ചെടുക്കപ്പെട്ടത് നമ്മുടെ അവകാശമാണെന്ന് പറയാൻ പോലും ഈ അവകാശമില്ലത്രേ. എന്താ സംബന്ധമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? വഖഫ് സംരക്ഷണ സമിതി രക്ഷാധികാരി സുലൈമാൻ മൗലവി മാനാലി, ഡോക്ടർ ഹാഫിസ് ജുനൈദ് ജവഹരി അൽ അസ്ഹരി, സമീർ അൽ ഹസനി, കൺവീനർ VM ഫൈസൽ, ഇല്യാസ് മാനാലി എന്നിവർ സംസാരിച്ചു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് മുനമ്പത്തെ വഖഫ് ഭൂമി വഖഫ് ബോർഡിന് കൈമാറണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.